തുടങ്ങാം. മലയാളമാണ്, അർത്ഥം പറഞ്ഞാൽ മതി. കുത്തുപാള എടുക്കുക, മുടിപ്പിക്കുക. ആ കറക്റ്റ്. ദാരിദ്ര്യം വരുന്ന അവസ്ഥ. പാളയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പാള, തെങ്ങ്, പന, ആ സംഭവം. കുഞ്ഞു പിള്ളേരൊക്കെ അതിനകത്തിട്ട് കുഞ്ഞു കൊച്ചുങ്ങളെയൊക്കെ അതിനകത്തിട്ട് കുളിപ്പിക്കും. പക്ഷേ തെങ്ങിലെയും പനയിലെയും ഒന്നുമല്ല. നമ്മളാ പാക്ക് പിടിക്കുന്ന മരം ഉണ്ടല്ലോ, അടയ്ക്കയിലെ സാധനമാണ് പാളയെന്ന് പറയുന്ന സാധനം. അപ്പം ദാരിദ്ര്യം എന്നുവെച്ചാൽ പാത്രത്തിൽ കഴിക്കാനില്ലാതെ വരുന്ന, പാത്രം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആ പാളയിൽ വെച്ച് കഴിക്കുന്ന ദാരിദ്ര്യ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് കാക്കത്തൊള്ളായിരം. ഒരുപാട് എന്നുവെച്ചാൽ കാക്കയുടെ നമ്പേഴ്സിൻ്റെ കൂടെ 900 കൂടി ആഡ് ചെയ്യണം, കൂട്ടണം. അപ്പം കാക്കയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാടുള്ളതിനെയാണ് കാക്കത്തൊള്ളായിരം എന്ന് പറയുന്നത്. ചക്രശ്വാസം വലിക്കുക, ചക്രശ്വാസം വലിക്കുക. ഈ മരിക്കാൻ കിടക്കുന്നതിന് ലാസ്റ്റ് അത് തന്നെ. അതായത് ഒരുപാട് പ്രയാസപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ. ലാസ്റ്റ് മൊമെൻറ്റിൽ ശ്വാസം ഭയങ്കര പെയിൻഫുൾ ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും പ്രയാസപ്പെട്ട് ശ്വാസം എടുക്കുന്നത് പോലെ അത്രയും പ്രയാസപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ചക്രശ്വാസം വലിക്കുക എന്ന് പറയുന്നത്. വെള്ളരിക്ക പട്ടണം. ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്നാ ചെയ്യുന്ന അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ അവിടെയൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ വെള്ളരിക്ക പട്ടണം. എന്താണ് ഒന്നുകൂടി ക്ലിയർ ആയില്ല. എന്ന് വെച്ചാൽ നോർമലി ഒരാൾ ചെയ്യാത്തൊരു കാര്യം ചെയ്ത് ആ സംഭവം ഇതൊക്കെ നോർമലി ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഏത് കാര്യം? എക്സാമ്പിൾ പറ. എക്സാമ്പിൾ പെട്ടെന്ന് പറ, ആലോചിക്കട്ടെ. എന്നാ ആരും അങ്ങനെ കാണിക്കത്തത്. മണ്ടത്തനവും സാഹസികതയൊന്നുമില്ല. അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തിനെയാണ് വെള്ളരിക്കപ്പെട്ടണം എന്ന് പറയുന്നത്. ഇതെന്തോന്ന് വെള്ളരിക്കപ്പെട്ടണോ? ഇവിടെ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയത്തില്ലേ? അപ്പോൾ അക്രമം, അതായത് ഒരു നീതി ഉള്ള ഒരു കാര്യം അല്ല, നീതിയുക്തമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതിനെയാണ് വെള്ളരിക്കപ്പെട്ടണം എന്ന് പറയുന്നത്. കാവതിക്കാക്ക. കാവതി ഏതൊക്കെ കാക്കയെ അറിയാം? എനിക്കൊരു കാക്കയെ അറിയത്തുള്ളൂ. ബലിക്കാക്കയാണ് കാവതിക്കാക്ക എന്ന് പറയുന്നത്. അടുത്തത് കയ്യാലപ്പുറത്തെ തേങ്ങ. ചിലപ്പോൾ റിസൾട്ട് വരുമ്പോഴേ നമ്മൾ പറയുമല്ലോ ഇത് ഒരു അബദ്ധത്തിൽ അങ്ങ് ജയിച്ചങ്ങ് പോണത്. അല്ല, പൊട്ടക്കണ്ണം മാവിലറിയുന്ന പോലത്തെ സംഭവം. മാവിലറിയാനൊന്നും പോകണ്ട. അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ. കയ്യാലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കയ്യാല വക്കല്ല, കോമ്പൗണ്ട് വേണം. പണ്ട് ഈ അതിനൊക്കെ തിരിക്കാനായിട്ട് ചെടിയൊക്കെ വെച്ച് അത്ര പൊക്കം ഇല്ലാത്തൊരു അരമതിൽ പോലത്തെ ഒരു സാധനം കിട്ടും. അതിനെയാണ് കയ്യാല എന്ന് പറയുന്നത്. അപ്പോൾ ആ കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറയുമ്പം അത് എങ്ങോട്ട് വേണമെങ്കിലും വീണാം, ഏത് സൈഡിൽ വേണമെങ്കിലും വിടാം. അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് നിലപാടില്ലാത്തൊരു കാര്യമാണ് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എന്ന് പറയുന്നത്. ക്ലിയറാണ്? ഇത്രയൊക്കെ ആയി എങ്ങനെയെങ്കിലും.